നമസ്കാരം. 2040 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് മോദി സർക്കാർ വാദിക്കുമ്പോഴും യാതൊരുവിധ പുരോഗമനവുമില്ലാതെ ദരിദ്രമായിട്ടുള്ള രാജ്യമായി ഇന്ത്യ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി BJP രാജ്യം ഭരിച്ചുകൊണ്ട് ഇന്ത്യയെ വലിയ പുരോഗതിയിലേക്ക് എത്തിച്ചുവെന്ന് മോദി സർക്കാർ ഇപ്പോൾ ഘോര വാദിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല സത്യം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്നതിന് പകരമായി ഇപ്പോൾ ദിനംപ്രതി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇപ്പോൾ ഇന്ത്യ വീണുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന വളർച്ച നിരക്കായിട്ടുള്ള 6.4% നിന്നുള്ള വൻതോതിലുള്ള ഒരു കുറവ് അതുതന്നെയായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ കാണാനും സാധിക്കുക. ജനുവരി 8 പുറത്തുവിട്ട സർക്കാർ രേഖകൾ പ്രകാരം ഉൽപ്പാദന സേവന മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ദയനീയമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഇത്തരമൊരു അവസ്ഥയുടെ പ്രധാന കാരണമായിട്ട് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അതിൽ കോർപ്പറേറ്റ് ശക്തികളെ മാത്രം വളരാനായിട്ട് അനുവദിക്കുന്ന മോദി സർക്കാർ തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദികളായി മാറിയിരിക്കുന്നത്. അദാനിയും അംബാനിയും അടക്കമുള്ള കോർപ്പറേറ്റ് ശക്തികളുടെ കരങ്ങളിൽ ഇന്ത്യയുടെ സമ്പത്തിൻ്റെയും അതോടൊപ്പം തന്നെ മൂലധനത്തിൻ്റെയും വലിയൊരു ഭാഗം മോദി സർക്കാർ നേരത്തെ നൽകിക്കഴിഞ്ഞു. രാജ്യം ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുമ്പോഴും കള്ളക്കണക്കുകൾ കൊണ്ട് അത് മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് മോദി സർക്കാർ നടത്തുന്നത്. രാജ്യത്തിൻ്റെ യഥാർത്ഥ സാഹചര്യമേ അല്ല ശരിക്കും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയിരിക്കുന്ന 2024-25 കാലയളവിലെ കണക്കുകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഇത്തരത്തിലുള്ള ഒരു മോശമായ അവസ്ഥയെ അതിനെ കള്ളക്കണക്ക് കൊണ്ട് മറയ്ക്കുന്നതിന് പകരം ആ ഒരു തളർച്ച പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടതെന്ന് പല സാമ്പത്തിക വിദഗ്ധരും സാമ്പത്തിക ശാസ്ത്രജ്ഞരുമൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, ഫെബ്രുവരി 1-ാം തീയതി കേന്ദ്ര ബജറ്റ് വരികയാണ്. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ് ബജറ്റ്. അതിലും ഇനി കെട്ടിച്ചമച്ച പല കള്ളക്കണക്കുകളും രാജ്യം കാണേണ്ടതും കേൾക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. സാമ്പത്തിക വളർച്ച അതിൻ്റെ ഏറ്റവും കുറഞ്ഞ നിരക്കായിട്ടുള്ള 5.4% കുറഞ്ഞായിരുന്നു 2024 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഉണ്ടായിരുന്നത്. ഏപ്രിൽ ജൂൺ കാലയളവിൽ 6.7% വ്യാപാരം, ഹോട്ടലുകൾ, ഗതാഗതം, ആശയവിനിമയം തുടങ്ങിയ സേവന മേഖലകളിൽ 6.4% നിന്നും 5.8% കൂപ്പുകുത്തുകയായിരുന്നു. ഇന്നലെ രാജ്യം റിപ്പബ്ലിക് ദിനം ആചരിച്ചപ്പോഴും ഇന്ത്യക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ മോദിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ കള്ളക്കണക്കുകൾ നിരത്തി അവ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് തെറ്റായിട്ടുള്ള കണക്കുകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ശക്തികളുടെ പുറകെ പോകുമ്പോഴും ദരിദ്രരായിട്ടുള്ള ആളുകളെ പരിഗണിക്കാൻ മോദിക്ക് സമയമില്ലാതായിരിക്കുന്നു. ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ ഇന്ത്യ അതിൻ്റെ സംഭവബഹുലമായിട്ടുള്ള യാത്രയുടെ 75 വർഷം പൂർത്തിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത ഓരോ ദിവസവും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.